നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജൻറ്റീനക്കാർക്ക് ബ്രസീലിൽ സപ്പോർട്ട് കൂടുന്നു. അതെങ്ങനെ? ഇവിടെ ഞങ്ങൾ അർജൻറ്റീന ബ്രസീൽ ഫാൻസ് ഇങ്ങനെ കട്ട ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ബ്രസീലിയർ പോയിട്ട് അർജൻറ്റീനക്കാർ ഇഷ്ടപ്പെടുക, അങ്ങനെ അത്ഭുതപ്പെടേണ്ട. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. പറയുന്നത് എൻട്രിക്കാണ്. എൻട്രിക്ക് പറയുന്നു, അതായത് അർജൻറ്റീന കളിക്കുമ്പോൾ ഞങ്ങൾ അർജൻറ്റീനയിലേക്ക് അവർക്കെതിരെ കളിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരാളും ആ സ്റ്റേഡിയത്തിൽ ബ്രസീലിൻ്റെ യെല്ലോ ഷർട്ടിട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ ബ്രസീലിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കളി കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, പകുതി ആളുകൾ അർജൻറ്റീനയുടെ ജേഴ്സി ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും. കാരണം എന്താണെന്നറിയോ? ഇതാണ് ബ്രസീലിലെ പുതിയ ജനറേഷൻ. അവർ ബ്രസീൽ വേൾഡ് കപ്പ് അടിക്കുന്നതും മറ്റൊന്നും കണ്ടിട്ടില്ല. അവർ അർജൻറ്റീന കിരീടം ചൂടുന്നതും അർജൻറ്റീന നേട്ടങ്ങളിലേക്ക് പോകുന്നതും കാണുന്നത്. അപ്പോൾ അവർ അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് എൻട്രിക്ക് പറയുന്ന വാക്കുകളാണ്. സംഭവം മറ്റൊന്നുമല്ല, നിലവിലെ ബ്രസീലിൻ്റെ അവസ്ഥയും അർജൻറ്റീനയുടെ അവസ്ഥയും നോക്കിയാൽ മതി. സമീപകാലത്ത് അർജൻറ്റീന നേടാത്ത കിരീടങ്ങൾ ഏതാ ഉള്ളത്? 2021 കോപ്പ അമേരിക്ക, 2022 വേൾഡ് കപ്പ്, 2022 വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് നടന്ന ഫൈനലിസീമ, 2022 വേൾഡ് കപ്പിന് ശേഷം പിന്നാലെ നടന്ന 2024 കോപ്പ അമേരിക്ക. അപ്പോൾ എല്ലാം നേടി തച്ച് തകർത്തങ്ങ് മുന്നോട്ട് പോകുന്ന ടീമിനെ, ആ ടീമിനോട് ആർച്ച് റിവൽസായ രാജ്യത്തെ ജനങ്ങൾക്കും അല്ലെങ്കിൽ അവിടുത്തെ പുതിയ തലമുറക്കും ഇഷ്ടം തോന്നിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെയാണ് നേട്ടങ്ങൾ അവരുണ്ടാക്കുന്നത്. സോ അതാണ് എൻട്രിക്ക് പറയുന്നത്. ഞങ്ങൾ അർജൻറ്റീനയിൽ കളിക്കാൻ വേണ്ടി പോയപ്പോൾ മഞ്ഞ ജേഴ്സി ഇട്ട ഒറ്റൊരുത്തനെ പോലും അവിടെ കണ്ടിരുന്നില്ല. പക്ഷേ ഇവിടെ കളിക്കുമ്പോൾ പകുതി പേരും അർജൻറ്റീനയുടെ ബ്ലൂ കളർ ഇട്ട് വന്നിരിക്കുന്നു. സോ കാരണം മറ്റൊന്നുമല്ല, ന്യൂ ജനറേഷൻ കാണുന്നത് അർജൻറ്റീനയുടെ തേരോട്ടമാണ്. ഏതായാലും അതിനൊരു മാറ്റമുണ്ടാക്കാൻ ഇത്തവണ കഴിയുമോ? ഇത്തവണ ബ്രസീലിന് കഴിയുമോ? ഈ ന്യൂ ജനറേഷന് ബ്രസീൽ ചാമ്പ്യന്മാരാവുന്നത് കാണാനുള്ള ഭാഗ്യമുണ്ടാകുമോ? അതുണ്ടാവണമെങ്കിൽ എൻട്രിക്ക് അടക്കമുള്ളവർ തന്നെ ശ്രമിക്കണം. കാർലോ അഞ്ചലോട്ടി ബ്രസീൽ സ്ക്വാഡിനെ പ്രഖ്യാപിക്കാൻ ഇനി 7 ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ എൻട്രിക്ക് അതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ബ്രസീൽ അവരുടെ കിരീട വരൾച്ച ഈ തവണ അവസാനിപ്പിക്കും. അതായത് US കളി. ഏറ്റവും ഒടുവിൽ US വേൾഡ് കപ്പ് നടന്ന 94 അന്ന് കപ്പടിച്ച് ബ്രസീലാണല്ലോ. ആ ഓർമ്മ പുതുക്കിക്കൊണ്ട് വേൾഡ് കപ്പ് ബ്രസീൽ സ്വന്തമാക്കുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര ടോക്സിൽ എത്താം.